നല്ല കറുത്ത ശർക്കര ഉപയോഗിക്കുകയാണെങ്കിൽ ശർക്കര വരട്ടിക്ക് നല്ല കളർ കിട്ടും. ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്നുള്ളതും കൂടി എനേബിൾ ആക്കിയാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ശർക്കര വരട്ടിയാണ്. അതിനായിട്ട് 4 കായാണ് എടുത്തേക്കണത്. മൂത്ത കായാണ് വേണ്ടത്. ഇതിപ്പോൾ അത്രയും മൂപ്പൊന്നുമില്ല. അതിൻ്റെ 2 സൈഡും മുറിച്ച് കളഞ്ഞിട്ട് ഞാനിപ്പോൾ കാണിച്ച പോലെ നീളത്തിൽ ഒരു വരയിട്ട് കൊടുക്കുക. എന്നിട്ട് ആ തൊലി നമുക്ക് പൊളിച്ചു മാറ്റാം. 3 സൈഡിൽ ഓരോ വരയിട്ടെടുത്ത് അത്രയും കൂടി എളുപ്പമുണ്ടാവും നമുക്ക് പൊളിക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഒരെണ്ണം പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇതിന് കറ വരാതിരിക്കാൻ വേണ്ടിയാണത്. ഇനി കുറച്ച് നേരം ഇത് മഞ്ഞപ്പൊടി വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ടാവും. നമ്മളിനി ഇതൊരെണ്ണം എടുത്തിട്ട് അതിൻ്റെ നടുവേ മുറിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരേ അളവിലാണ് മുറിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ചരിച്ച് മുറിച്ചു കൊടുക്കാം. ഇതും ഏകദേശം ഒരേ അളവിൽ ചെയ്യണം, എന്നാലേ ഒരേപോലെ വറന്നു വരുള്ളൂ. അധികം തിക്കാക്കി കൊടുക്കണ്ട. അത് ഫ്രൈ ആയി വരാൻ കുറേ സമയമെടുക്കും. ഇപ്പോൾ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് തിളപ്പിക്കാൻ വെക്കുവാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഒന്ന് കുറേ തിളക്കണ്ട, അതിന് മുന്നേ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം തിള വരുമ്പോൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പുറം ക്രിസ്പി ആയി പോവും, ഉള്ളിൽ വേകുകയില്ല, ക്രിസ്പി ആവുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു മീഡിയം തിള വരുമ്പോൾ ഇട്ട് കൊടുക്കണത്. ഇതൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇത് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി വരാൻ. ചിപ്സിൻ്റെ അത്ര പെട്ടെന്ന് ആവില്ല. എന്നിട്ട് ഇടയ്ക്ക് നമ്മളൊന്ന് എടുത്ത് നോക്കണം അത് ആയിട്ടുണ്ടോ എന്ന്, ഒടിച്ചു നോക്കണം. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്, ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എടുക്കുവാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമ്മൾ എല്ലാം അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 250 ഗ്രാം ശർക്കര, അതിലേക്ക് കുറച്ച് ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ടില്ല, അത്രയും വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്യാൻ വെക്കുവാണ്. ഒരു ചുക്ക് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. ഒന്ന് പൊടിക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര ആയി വന്നിട്ടുണ്ട്. അതൊരു ഉരുളിയിലേക്ക് അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചുക്കിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചുക്ക് മാത്രമായിട്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ പഞ്ചസാരയും കൂടി ഇടുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കണത്. ഇനി ശർക്കര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങുന്നുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവണ വരെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ കയ്യിലൊന്ന് പൊക്കി നോക്കുമ്പോൾ നല്ല നൂല് പോലെ ഇങ്ങനെ വീഴുന്നുണ്ടല്ലോ, അതാണ് അതിൻ്റെ പാകം. ഇനി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ 2 വിരൽ കൊണ്ട് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അത് ഇങ്ങനെ വലിയണ പോലെ തോന്നും. അങ്ങനെ അതാണ് കറക്റ്റായിട്ടുള്ള പാകം. അപ്പോൾ നമ്മൾ ചിപ്സ് ഫ്രൈ ചെയ്ത് വെച്ചേക്കണത് ഇട്ട് കൊടുക്കുവാണ്. സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഈ സമയത്ത് ഈ ചിപ്സ് ഇട്ട് കൊടുക്കാൻ. ചൂട് കൂടിയ ശർക്കരയുടെ പാകം തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം ഈ ശർക്കര മുഴുവൻ ഈ ചിപ്സിൽ പിടിക്കണം, അതുവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൊടിച്ചു വെച്ചേക്കണ ആ ചുക്കും ഏലക്കായും കൂടിയുള്ള പൊടി ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കൈ കൊണ്ട് ഇട്ട് കൊടുക്കുക, ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പാകം പോവാതെ നോക്കണം. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഈ ചിപ്സിലേക്ക് ശർക്കര മുഴുവൻ പിടിക്കണം. ഇത് ഇളക്കാതിരുന്നാൽ എല്ലാം കൂടി ഒറ്റ കട്ടയായി പോവും. ഈ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് വിട്ട് വരും. ഈ ശർക്കര വരട്ടിയിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചുക്കാണ്. അപ്പോൾ അത്യാവശ്യം ചുക്ക് വേണം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരുവിധമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഇത്തിരി ചുക്ക് പൊടിയും കൂടി ഇരിക്കുന്നുണ്ട്. അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. സിമ്മിലാണ് നമ്മൾ വെച്ചേക്കണത്. ഇനിയിപ്പോൾ ഈ ഒരു പരുവായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓരോന്നോരോന്നായിട്ട് വിട്ട് വരണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിൽ കുറച്ച് പൊടിയും കൂടി ഉണ്ട്. അത് നമ്മൾ ഒന്ന് തൂത്ത് അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് സൂക്ഷിക്കാം. ഇത് സദ്യകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ്.
ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.